ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSB and PSC Guide. ഇന്നത്തെ വീഡിയോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വിവരാവകാശ നിയമത്തിൻ്റെ അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ചരിത്രവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായത്? വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വനിത ആരാണ്? അരുണ റോയ് ആണ്. അതുപോലെ വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. എന്നാൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സ്വീഡനാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ 4 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. മുകളിൽ നൽകിയിട്ടുള്ളവയെല്ലാം എന്താണ്? ശരിയാണ്. വിവരാവകാശ നിയമം 2005 സംബന്ധിക്കുന്ന താഴെ പറയുന്ന വസ്തുതകൾ പരിശോധിക്കുക. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ്? 2005 ജൂൺ 15-നാണ്. 2005 ജൂൺ 15. അതുപോലെ ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്നാണ്? 2005 ഒക്ടോബർ 12-നാണ്. നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാമും. നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു. അപ്പോൾ ഈ 4 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. 2019 വിവരാവകാശ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിവരാവകാശ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. 2019 ജൂലൈ 19-നാണ് ജിതേന്ദ്ര സിംഗ് ഈ ബില്ല് എന്ത് ചെയ്യുന്നത്? ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ വകുപ്പുകൾ ഏതൊക്കെയാണ്? 13, 16, 27. ഏതൊക്കെയാണ്? 13, 16, 27. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അത് 2019 ഭേദഗതി പ്രകാരമാണ് എന്ത്? കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരായി മാറിയത്. അതുപോലെ പുതിയ ഭേദഗതി പ്രകാരം കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമാക്കുകയാണ് ചെയ്തത്. അതുപോലെ മുന്നേ എന്തായിരുന്നു? 2019 ഭേദഗതിക്ക് മുന്നേ 5 വർഷവും 65 വയസ്സെന്നായിരുന്നു. എന്നാൽ 2019 ഭേദഗതിക്ക് ശേഷം 3 വർഷവും 65 വയസ്സുമാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 4ാമത്തെ പ്രസ്താവനയാണ് എന്ത്? തെറ്റായിട്ടുള്ളത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഘടനയെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായത്? വിവരാവകാശ നിയമത്തിൽ ആകെ എത്ര അധ്യായങ്ങളാണുള്ളത്? 6 അധ്യായങ്ങളും. ഈ നിയമത്തിൽ ആകെ 31 വകുപ്പുകൾ അല്ലെങ്കിൽ സെക്ഷൻസ് ആണ് ഉള്ളത്. വിവരാവകാശ നിയമത്തിൽ 2 ഷെഡ്യൂൾസ് അല്ലെങ്കിൽ പട്ടികകളാണുള്ളത്. അതിൽ 1-ാം പട്ടികയിൽ എന്താണ് പറയുന്നത്? വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് 1-ാമത്തെ പട്ടികയിൽ പറയുന്നത്. 2-ാമത്തെ പട്ടികയിൽ എന്താണ് പറയുന്നത്? ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത്? അതാണ് 2-ാമത്തെ പട്ടികയിൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട സുപ്രധാന കോടതി വിധിയെയും ഭരണഘടനാ അവകാശത്തെയും കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് VS രാജ്നാരായൺ കേസിലാണ് എന്ത് ചെയ്തത്? വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നത്. 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് VS രാജ്നാരായൺ കേസ്. അതുപോലെ ഭരണഘടനയുടെ അനുച്ഛേദം അല്ലെ ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1A പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് വിവരാവകാശം എന്ന് എന്ത് ചെയ്യുന്നു? കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഈ 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളവും സേവന വ്യവസ്ഥകളും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാണ്? 2,25,000 രൂപയും. 2019 ഭേദഗതി പ്രകാരം കമ്മീഷണർമാരുടെ കാലാവധി എത്ര വർഷമാക്കി? 3 വർഷമായിട്ടും നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000, സംസ്ഥാനമാകുമ്പോൾ 2,25,000. ഇനി ഇവരുടെ കാലാവധി എത്രയാണ്? 2019 ഭേദഗതി പ്രകാരം കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമായിട്ടും മാറ്റി. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ആദ്യ വ്യക്തികളെയും സംസ്ഥാനങ്ങളെയും കുറിച്ചുള്ള ശരിയായ ജോഡികൾ കണ്ടെത്തുക. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണ്? ഷാഹിദ് റാസ ബേൺലി. ടെലിഫോണിലൂടെ വിവരാവകാശ അപേക്ഷ സ്വീകരിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്.
കൃത്യമായ വിവരം നൽകാത്ത ഉദ്യോഗസ്ഥനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഏതായിരുന്നു? ഏത് സംസ്ഥാനത്തെയാണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. വിവരാവകാശ നിയമത്തിലെ വിവിധ നിർവചനങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായത്? വിവരം എന്നതിൻ്റെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ എഫിലും വിവരാവകാശം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ ജെയിലുമാണ്. റെക്കോർഡുകൾ പരിശോധിക്കാനും അവയുടെ പകർപ്പുകൾ എടുക്കാനുമുള്ള അവകാശം വിവരാവകാശത്തിൽ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നതാണ്. അതുപോലെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരങ്ങളും എന്ത് ചെയ്യുന്നു? വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ്. അതായത് സെക്ഷൻ 2 എഫിൽ പറയുന്നുണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞ 4 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 3 സെക്ഷൻ 4 എന്നിവയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 3 എന്ന് പറയുന്നത്. പൊതു അധികാര സ്ഥാനങ്ങളുടെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 4. ഓരോ പൊതു അധികാര സ്ഥാനവും തങ്ങളുടെ രേഖകൾ കമ്പ്യൂട്ടർവൽക്കരിക്കേണ്ടതില്ല. ആ പറഞ്ഞത് എന്താണ്? തെറ്റാണ്. കാരണം ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് കമ്പ്യൂട്ടർവൽക്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് എന്താണ്? തെറ്റാണ്. പൊതു അധികാര സ്ഥാനങ്ങൾ സ്വമേധയാ പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 4 സബ്സെക്ഷൻ 1(b)യിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ 3 മാത്രമാണ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 6 പ്രകാരമുള്ള ശരിയായ വസ്തുതകൾ പരിശോധിക്കുക. വിവരം ആവശ്യപ്പെടുന്നയാൾ അപേക്ഷ എഴുതി സമർപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു നൽകേണ്ടതുണ്ട്. അതുപോലെ അപേക്ഷ നൽകുന്ന ആൾ വിവരം ആവശ്യപ്പെടാനുള്ള കാരണം എന്ത് ചെയ്യേണ്ട? വ്യക്തമാക്കേണ്ട. അത് സെക്ഷൻ 2 സബ്സെക്ഷൻ 2ൽ പറയുന്നു. എന്തിനാണ് എന്ന് എന്ത് ചെയ്യേണ്ട? അദ്ദേഹം അത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അപേക്ഷയും തൻ്റെ വിലാസമല്ലാതെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട? നൽകാൻ ബാധ്യസ്ഥനല്ല. ഇനി ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ എന്ത് ചെയ്യാം? അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി. താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? അപേക്ഷ സമർപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 6ഉം അപേക്ഷകൻ വ്യക്തിപരമായ വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6 സബ്സെക്ഷൻ 2. ഓരോ ഓഫീസിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണം എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 5 സബ്സെക്ഷൻ 1. അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ കൈമാറേണ്ട കാലാവധി എത്രയാണ്? ഇതിൽ പറയുന്നത് 10 ദിവസം എന്നാണ്. പക്ഷേ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? 5 ദിവസമാണ്. അപ്പോൾ ഇതിനകത്ത് 4ാമത്തെ ജോഡി മാത്രമാണ് എന്ത്? തെറ്റായിട്ടുള്ളത്. അപ്പോൾ ആൻസർ വരുന്ന ഏതാ? ഓപ്ഷനെ 4 മാത്രമാണെന്ത്? തെറ്റ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ഫീസുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായത്? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ഫീസ് എത്രയാണ്? 10 രൂപയാണ്. A4 A3 സൈസ് പേപ്പറിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് പേജ് 1-ന് 2 രൂപ വീതം നൽകണം. എന്നാൽ ഇത് മുന്നത്തെ കാര്യമാണ്. ഇപ്പോൾ അത് എത്രയാക്കി? 3 രൂപയാക്കി. ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പി എന്നിവയിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് മുൻപ് 50 രൂപയാണെങ്കിൽ ഇപ്പോൾ അത് 75 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് എന്തില്ല? വിവരാവകാശ ഫീസ് നൽകേണ്ടതില്ല. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്ന ഏതാണ്? 1ാമത്തെ പ്രസ്താവനയും 4ാമത്തെ പ്രസ്താവനയും മാത്രമാണ് ഇതിൽ ശരിയായത്. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഉത്തരം കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. സൗജന്യമായി വിവരം നൽകേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സെക്ഷൻ 7 സബ്സെക്ഷൻ 5 പ്രകാരം ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർക്ക് എന്താണ്? വിവരം സൗജന്യമായിട്ട് നൽകണം. അതുപോലെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ, സാധാരണ എത്രയാണ്? 30 ദിവസത്തിനുള്ളിലാണ് വിവരം നൽകേണ്ടത്. അത് പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് ആ വിവരം എന്ത് ചെയ്യണം? അപേക്ഷകന് സൗജന്യമായിട്ട് നൽകണം. 3ാം കക്ഷി വിവരങ്ങൾ എന്ത് ചെയ്യണം? 40 ദിവസത്തിനുള്ളിൽ വിവരം നൽകിയില്ലെങ്കിൽ അതും എന്ത് ചെയ്യാം? അപേക്ഷകന് സൗജന്യമായിട്ട് നൽകണം. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. വിവരാവകാശ നിയമത്തിലെ ശിക്ഷാ നടപടികളെയും മറ്റ് നിബന്ധനകളെയും സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. അപേക്ഷ സ്വീകരിക്കാതിരിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു ദിവസത്തേക്ക് എത്രയാണ്? 250 രൂപ വീതം പിഴ ചുമത്താം. ഇത്തരത്തിൽ പരമാവധി ചുമത്താവുന്ന പിഴ എത്രയാണ്? 25,000 രൂപയാണ്. ഇനി അപേക്ഷ സ്വീകരിക്കുന്ന തീയതി മുതൽ 10 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നിയമത്തിൻ്റെ പരിധിയിൽ വരൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന. എന്നാൽ അപേക്ഷ സ്വീകരിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാം? നമുക്കെടുക്കാം. 20 വർഷത്തെ
കാര്യങ്ങൾ എടുക്കാം. ഇതിൽ പറഞ്ഞേക്കുന്നത് എത്ര 10 വർഷം എന്നാണ്. അപ്പോൾ ആ ഒരു പ്രസ്താവന എന്താണ്, ഇതിൽ തെറ്റാണ്. അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് എന്ത് ചെയ്യുന്നു, സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ 3 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? കേന്ദ്ര ഇൻ്റലിജൻസ്, സെക്യൂരിറ്റി ഏജൻസികൾ എന്നിവയെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അഴിമതി, മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്യാം, ഈ ഏജൻസികളിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെടാം. കോർട്ട് ഫീസ് സ്റ്റാമ്പ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ എന്നിവ വഴി എന്ത് ചെയ്യാം, നമുക്ക് ഫീസ് അടയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ 3 പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. കാരണം കേന്ദ്ര ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് നൽകുന്നില്ല. എന്നാൽ അവയിൽ നിന്നും അഴിമതി, മനുഷ്യലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള വിവിധ സമയപരിധികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായെന്ന് നോക്കാം. ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, മറുപടി നൽകണം. അതുപോലെ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ എത്രയാണ്, 35 ദിവസത്തിനകവും. വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ച് വിവരമാണെങ്കിൽ എന്ത് ചെയ്യണം, 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ഇനി മൂന്നാം കക്ഷി വിവരമാണെങ്കിൽ എന്താണ്, സമയപരിധി 40 ദിവസമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രസ്താവനകൾ അല്ലെങ്കിൽ സമയപരിധികളും എന്താണ്, ശരിയാണ്. അപ്പീലുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന വസ്തുതകൾ പരിശോധിക്കുക. ഒന്നാം അപ്പീൽ നൽകേണ്ടത് എപ്പോഴാണ്, മറുപടി ലഭിക്കേണ്ട കാലാവധി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിലും. എന്നാൽ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടതോ അപ്പീൽ ലഭിച്ചതിന് ശേഷം 30 ദിവസത്തിനുള്ളിലും. മാക്സിമം നമുക്ക് 45 ഡേയ്സ് എടുക്കാം. രണ്ടാം അപ്പീൽ നൽകേണ്ടത് എപ്പോഴാണ്, 90 ദിവസത്തിനുള്ളിലും. ഇനി ഈ രണ്ടാം അപ്പീൽ എത്ര ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം എന്നുള്ളൊരു സമയപരിധി എന്ത് ചെയ്തിട്ടില്ല, വിവരാവകാശ നിയമത്തിൽ നിശ്ചയിച്ചിട്ടുമില്ല. അപ്പോൾ ഈ 4 പ്രസ്താവനകളും അതായത് അപ്പീലുകളെ സംബന്ധിച്ചിട്ട് എന്താണ്, ശരിയാണ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം താഴെ പറയുന്ന ഏതെല്ലാം വിവരങ്ങളാണ് പൗരന് നൽകാൻ പാടില്ലാത്തത്? രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സുരക്ഷയെയും ബാധിക്കുന്ന വിവരങ്ങൾ, അതുപോലെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ദോഷകരമായി ബാധിക്കുന്ന വിവരങ്ങൾ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതും കോടതി വിലക്കിയിട്ടുള്ളതുമായ വിവരങ്ങൾ, പാർലമെൻറ്റിൻ്റെയോ നിയമസഭയുടെയോ സവിശേഷ അധികാര ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെയും പരമാധികാരത്തെയൊക്കെ സംബന്ധിക്കുന്ന അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ സുരക്ഷയെ ബാധിക്കും എന്നുള്ള വിവരങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 8 പ്രകാരം വിവരാവകാശ നിയമത്തിൽ എന്ത് ചെയ്യുന്നത്, നൽകുന്നില്ല എന്ന് പറയുന്നത്, അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. വിവരാവകാശ നിയമത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായത്? വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമിയായി അറിയപ്പെടുന്ന നിയമം ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ഈ നിയമം പാസ്സാക്കാൻ കാരണമായ ജനകീയ പ്രസ്ഥാനമാണ് ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമം പാസ്സാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സ്വീഡനും. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 1997 തമിഴ്നാട് എന്ത് ചെയ്തത്, ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 പ്രസ്താവനകളും എന്താണ്, വിവരാവകാശ നിയമത്തിൻ്റെ അതിനെ സംബന്ധിച്ച് എന്താണ്, ശരിയാണ്. വിവരാവകാശ ഭേദഗതി നിയമം 2019 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. വിവരാവകാശ ഭേദഗതി ബിൽ 2019 ജൂലൈ 22 ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഭേദഗതി പ്രകാരം കമ്മീഷന്മാരുടെ കാലാവധി നിശ്ചയിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. പുതിയ ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷന്മാരുടെ കാലാവധി എത്ര വർഷമാക്കിയെന്ന്? 6 വർഷമാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രസ്താവനയിൽ. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 3 വർഷമായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭേദഗതി വരുത്തിയ പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണ്? 13, 16, 27 എന്നിവയാണ്. അതായത് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? പ്രസ്താവന 3 മാത്രമാണ്. അതായത് മുൻപ് 5 വർഷം 65 വയസ്സ് എന്നുള്ളത് ഇപ്പോൾ 3 വർഷം 65 വയസ്സ് എന്നായിട്ട് എന്ത് ചെയ്യുന്നു? ഭേദഗതി പ്രകാരം മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാം കക്ഷി വിവരങ്ങളെ സംബന്ധിച്ച് സെക്ഷൻ 11 പ്രകാരമുള്ള ശരിയായിട്ടുള്ള വസ്തുതകൾ ഏവ? മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചാൽ 5 ദിവസത്തിനുള്ളിൽ ആ കക്ഷി എന്ത് ചെയ്യണം? രേഖാമൂലം അറിയിക്കണം. മൂന്നാം കക്ഷി മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? അറിയിപ്പ് ലഭിച്ച് 10 ദിവസത്തിനുള്ളിലും.
മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ നൽകുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്വീകരിക്കുന്ന സമയപരിധി എത്രയാണ്? ആകെ 40 ദിവസവുമാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകൾ എന്താണ്? സെക്ഷൻ 11 പ്രകാരം ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് സമിതിയുടെ അധ്യക്ഷൻ. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. ഇതിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ആദ്യത്തെ 3 പേരാണ് ഈ ഒരു സമിതിയിൽ ഉണ്ടായിരിക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായി നോക്കാം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 12 പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? രൂപീകരിച്ചിരിക്കുന്നത്. കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാതെ മറ്റ് കമ്മീഷണർമാർ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതാരാണ്? രാഷ്ട്രപതിയാണ്. അവരെ നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, പകരം ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇതിൽ ആദ്യത്തെ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ജോഡികളിൽ ശരിയായത് ഏത്? ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. ആദ്യ വനിതാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരായിരുന്നു? ദീപക് സന്ധു. രണ്ടാമത്തെ വനിതാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരായിരുന്നു? സുഷമ സിംഗും. 12ാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരായിരുന്നു? ഹീരാലാൽ സമരിയാണ്. അതായത് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയും ആസ്ഥാനത്തെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരിയായത്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും രാഷ്ട്രപതിയുടെ മുമ്പെയാണ് എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി സത്യപ്രതിജ്ഞാ വാചകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ 1ാം പട്ടികയിലാണ്. അത് ഫസ്റ്റ് ഷെഡ്യൂളിലാണ് സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയിലെ CIC ഭവനാണ്. മുമ്പ് ഏതായിരുന്നു? അഗസ്ത് ക്രാന്തി ഭവനായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധിയെ സംബന്ധിച്ച് സെക്ഷൻ 13 പ്രകാരമുള്ള ശരിയായ വസ്തുതകൾ പരിശോധിക്കുക. 2005 നിയമപ്രകാരം കാലാവധി എത്രയായിരുന്നു? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്നതായിരുന്നു. എന്നാൽ 2019 ഭേദഗതി പ്രകാരം കമ്മീഷണർമാരുടെ കാലാവധി സർക്കാരിന്, അതായത് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാമെന്നും അത് നിലവിൽ എത്ര വർഷവുമാക്കി? 3 വർഷമാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ പുനർനിയമനത്തിന് എന്ത് ചെയ്തില്ല? അർഹത ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ ഒരു ഇൻഫർമേഷൻ കമ്മീഷണറെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് എന്ത് ചെയ്യാം? നിയമിക്കാവുന്നതാണ്. എന്താണ്? ഒരു വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും നിയമിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു ഇൻഫർമേഷൻ കമ്മീഷണർക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് എന്ത് ചെയ്യാം? നിയമിക്കാവുന്നതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പെരുമാറ്റം, അപ്രാപ്തി എന്നീ കാരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? കമ്മീഷനെ നീക്കം ചെയ്യുന്നത്. കമ്മീഷനെ നീക്കം ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിയിലാണ്. നീക്കം ചെയ്യുന്നതിന് മുമ്പായി സുപ്രീം കോടതിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമായിരിക്കും എന്ത്? രാഷ്ട്രപതി എന്ത് നീക്കം ചെയ്യുന്നത്. ഇനി കമ്മീഷനെ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം രാഷ്ട്രപതിക്ക് തള്ളിക്കളയാവുന്നതാണ്. അതായത് കമ്മീഷനെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് 4ാമത്തെ പ്രസ്താവന മാത്രമാണ് എന്ത്? തെറ്റായിട്ടുള്ളത്. താഴെ പറയുന്ന ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഒരു കമ്മീഷണറെ രാഷ്ട്രപതിക്ക് നേരിട്ട് ആ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്? അയാൾ പാപ്പരായി, അതായത് ഇൻസോൾവൻ്റായി പ്രഖ്യാപിക്കപ്പെട്ടാൽ, ധാർമ്മിക അധപതനം ഉൾപ്പെട്ട കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ, ഔദ്യോഗിക പദവിയിലിരിക്കെ പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു ജോലിയിൽ ഏർപ്പെട്ടാൽ, ശാരീരികമായോ മാനസികമായോ ജോലിയിൽ തുടരാൻ അപ്രാപ്യനായാൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ നേരിട്ട് എന്ത് ചെയ്യാം? അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെയും ഘടനയെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായത്? വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 പ്രകാരമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? രൂപീകരിക്കുന്നത്. കമ്മീഷനിൽ ഒരു സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാതെ മറ്റ് കമ്മീഷണർമാർ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കും. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ്? 2005 ഡിസംബർ 19.
സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെയും മറ്റ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ രാഷ്ട്രപതിയും സംസ്ഥാനത്തിൻ്റെ കാര്യം വരുമ്പോൾ അതാരാണ്? ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയെ സംബന്ധിച്ച് ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? മുഖ്യമന്ത്രി അധ്യക്ഷനായിരിക്കും ഈ സമിതിയുടെ. അതുപോലെ അദ്ദേഹമാണ് കമ്മീഷണർമാരെ ശുപാർശ ചെയ്യുന്നത്. സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യും? ഈ സമിതിയിലെ ഒരു അംഗമാണ്. മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയും ഈ സമിതിയിൽ അംഗമായിരിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ തങ്ങളുടെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. കമ്മീഷണർമാരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഗവർണർക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനല്ല, മറിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. ഇനി കമ്മീഷന്മാർക്ക് കാലാവധി പൂർത്തിയായാൽ എന്ത് ചെയ്യാം? അതേ പദവിയിൽ പുനർനിയമനത്തിന് അർഹത ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് എന്ത് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ കണ്ടെത്തുക. കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസും. കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ ആർക്ക് മുമ്പാകെയാണ് ചെയ്യേണ്ടത്? ഗവർണർക്ക് മുൻപാകെ. അപ്പോൾ ഈ രണ്ട് പ്രസ്താവന എന്താണ്? ശരിയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ സേവന വ്യവസ്ഥകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 16 കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥകളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി ആരാണ് തീരുമാനിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ്. നിലവിലത് എത്ര വർഷമാണ്? 3 വർഷം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുനർനിയമനത്തിന് അർഹതയുണ്ട്. എന്നാൽ ആ പറഞ്ഞ പ്രസ്താവന എന്താണ്? തെറ്റാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് എന്ത് ചെയ്യത്തില്ല? പുനർനിയമനത്തിന് അർഹതയില്ല. കമ്മീഷണർമാർക്ക് പരമാവധി 65 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു പദവിയിൽ തുടരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പ്രസ്താവന 1, 2, 4 എന്താണ്? ശരിയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഗവർണർക്ക് മുമ്പാകെയാണ് എന്ത് ചെയ്യേണ്ടത്? സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ഇത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 16 സബ്സെക്ഷൻ 3യും. കമ്മീഷണർമാർക്ക് തങ്ങളുടെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. അത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 16 സബ്സെക്ഷൻ 4 പ്രകാരം. ഒരു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കാൻ അർഹതയില്ല. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? തെറ്റാണ്. അതായത് ഒരു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് എന്ത് ചെയ്യാം? നിയമിക്കപ്പെടാം. എന്നാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പിന്നീട് ഒരു വിവരാവകാശ കമ്മീഷണറായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിയമിക്കാൻ അർഹതയില്ല. കമ്മീഷന്മാർക്ക് ജോലി നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നൽകേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ്. വിവരാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേതെന്ന് നോക്കാം. പരാതി ലഭിച്ചാൽ അതിന്മേൽ അന്വേഷണം നടത്താൻ കമ്മീഷൻ എന്തുണ്ട്? അധികാരമുണ്ട്. അന്വേഷണം നടത്തുമ്പോൾ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടായിരിക്കും. മതിയായ കാരണമുണ്ടെങ്കിൽ സ്വമേധയാ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമില്ല എന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മതിയായ കാരണമുണ്ടെങ്കിൽ സ്വമേധയാ എന്ത് ചെയ്യാം? അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. സാക്ഷികളെ വിസ്തരിക്കാനും രേഖകൾ ഹാജരാക്കാനും സമൻസ് പുറപ്പെടുവിക്കാനും എന്ത് ചെയ്യാം? കമ്മീഷന് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4 ആണ്. 1-ാം അപ്പീലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. ഒരു പൊതുവിവര ഉദ്യോഗസ്ഥനിൽ നിന്ന്, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്നും നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരം ലഭിക്കാത്തവർക്കാണ് എന്ത് ചെയ്യാവുന്നത്? 1-ാം അപ്പീൽ നൽകാവുന്നത്. ഇനി വിവരങ്ങൾ നിരസിക്കപ്പെട്ടാലോ ഉദ്യോഗസ്ഥൻ്റെ തീരുമാനത്തിൽ തൃപ്തരല്ല എങ്കിലോ എന്ത് ചെയ്യാം? അപ്പീൽ നൽകാവുന്നതാണ്. ഇനി 1-ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനല്ല, മറിച്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിൽ ഏത് റാങ്കിലുള്ള ആളാണോ ഉള്ളത് അയാൾക്കാണ് എന്ത് ചെയ്യേണ്ടത്? 1-ാം അപ്പീൽ നൽകേണ്ടത്. അല്ലാതെ നേരെ എന്ത് ചെയ്യല്ല, സംസ്ഥാന വിവരാവകാശ കമ്മീഷനല്ല അപ്പീൽ നൽകേണ്ടത്. ഇനി അപ്പീൽ സമർപ്പിക്കേണ്ട കാലാവധി എന്നാണ്? തീരുമാനം വന്ന് 30 ദിവസത്തിനുള്ളിലാണ് 1-ാം അപ്പീൽ എന്ത് ചെയ്യേണ്ടത്? സമർപ്പിക്കേണ്ടത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതും? ഒരു പരാതിയിൽ അന്വേഷണം നടത്തുമ്പോൾ കമ്മീഷന് ഏതെങ്കിലും പൊതുരേഖകൾ ആവശ്യപ്പെടാൻ എന്തുണ്ട്? അധികാരമുണ്ട്.
അപ്പീലുകൾ സ്വീകരിച്ച് 30 ദിവസത്തിനകം തീർപ്പാക്കിയിരിക്കണം. എന്നാൽ 30 ദിവസമല്ല, മറിച്ച് എന്ത് ചെയ്യാം, മാക്സിമം 45 ഡേയ്സിനകത്ത് എന്ത് ചെയ്യാം, അപ്പീലുകൾ നമുക്ക് തീർപ്പാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രസ്താവന ഇതിനകത്ത് തെറ്റാണ്. ഇനി മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ അവർക്ക് പറയാനുള്ളതിലൂടെ കേൾക്കാൻ എന്ത് ചെയ്യണം, കമ്മീഷൻ അവസരം നൽകേണ്ടതുണ്ട്. സെക്ഷൻ 19 പ്രകാരം എന്താണ്, ഒന്നാം അപ്പീൽ നൽകാൻ എന്ത് ചെയ്യില്ല, ഫീസ് നൽകേണ്ടതില്ല. അവകാശ നിയമപ്രകാരം ഉദ്യോഗസ്ഥർക്ക് ചുമത്താവുന്ന പിഴയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതും? ന്യായമായ കാരണങ്ങളില്ലാതെ അപേക്ഷ സ്വീകരിക്കാതിരുന്നാൽ പിഴ ചുമത്താവുന്നതാണ്. ഇനി ഓരോ ദിവസത്തെ താമസം കണക്കാക്കി പ്രതിദിനം 250 രൂപ വെച്ച് എന്ത് ചെയ്യാം, പിഴ ഈടാക്കാവുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ഈടാക്കാവുന്ന പരമാവധി പിഴ തുക എത്രയാണ്? 25,000 രൂപയും. മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ആ ഉദ്യോഗസ്ഥനെതിരെ എന്ത് ചെയ്യാം, വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യാൻ എന്ത് ചെയ്യാം, കമ്മീഷന് അധികാരവുമുണ്ട്. ഈ 4 പ്രസ്താവനകളും എന്താണ്, വിവരാവകാശ നിയമപ്രകാരം ഉദ്യോഗസ്ഥർക്ക് ചുമത്താവുന്ന പിഴയുമായി ബന്ധപ്പെട്ട് എന്താണ്, ശരിയാണ്. താഴെ പറയുന്ന പട്ടികയിൽ നിന്നും വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഏജൻസികൾ മാത്രം തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡ് ഓഫ് പോലീസ്. ഇതെല്ലാം എന്താണ്, നമ്മുടെ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഏജൻസികളാണ്. പിഴ ചുമത്തുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പിഴ ചുമത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ അവസരം നൽകേണ്ടതില്ല. ആ പ്രസ്താവന എന്താണ്, തെറ്റാണ്. സെക്ഷൻ 20 സബ്സെക്ഷൻ 1 പ്രകാരം പിഴ ചുമത്തുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യണം, ന്യായമായിട്ടും അത് വ്യക്തമാക്കാനുള്ള ഒരവസരം നൽകിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. തുക നേരിട്ട് കമ്മീഷൻ നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതും എന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഉദ്യോഗസ്ഥന് നൽകുന്ന ശിക്ഷാ നടപടികൾ ഹൈക്കോടതിയാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഹൈക്കോടതിയാണോ തീരുമാനിക്കുന്നത്? കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്കെതിരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമാണ് എന്ത് ചെയ്യുന്നത്, ശിക്ഷാ നടപടികൾ തീരുമാനിക്കുന്നത്. ഇതിൽ ശരിയായിട്ട് വരുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി മാത്രമാണ്.